എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണക്കുകൂട്ടലുകളുമായി മുന്നണികൾ. മികച്ച പോളിംഗ് ശതമാനമാണ് ഇത്തവണയും ഉണ്ടായതെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇത്തവണ 77.41% പോളിംഗ് ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റിനെ ബാലറ്റിലൂടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് ചരിത്രം സൃഷ്ടിച്ച മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ. 1979 പിറവി. അന്നു മുതൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ 22 സീറ്റുകൾ നേടിയാണ് LDF നഗരസഭാ ഭരണം നിലനിർത്തിയത്. UDF ഒരു സീറ്റു മാത്രം നേടിയപ്പോൾ BJP 21 സീറ്റുകളിൽ വിജയിച്ചു. 2005 ഇടതുപക്ഷവും എതിർപക്ഷവും 13 സീറ്റ് വീതം നേടി. സ്വതന്ത്രനായി വിജയിച്ച CPM-കാരനായ PH അബ്ദുൾ റഷീദിന്റെ പിന്തുണയോടെ LDF ഭരണം നിലനിർത്തി. 2010 മേത്തല പഞ്ചായത്തിനെ നഗരസഭയോട് ചേർത്ത ആകെ 44 സീറ്റിൽ ഇടതുനില 27ലേക്ക് ഉയർന്നു. 11 സീറ്റുകൾ നേടി കോൺഗ്രസും 6 സീറ്റോടെ BJPയും നില മെച്ചപ്പെടുത്തി. പിന്നീട് 2015 BJP 16 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സ്ഥാനവും പ്രതിപക്ഷ നേതൃത്വവും കൈയടക്കുന്നതാണ് കണ്ടത്. ഇതൊക്കെയാണെങ്കിലും 24 സീറ്റുമായി ഭരണം കൈപ്പിടിയിലൊതുക്കാൻ LDFന് കഴിഞ്ഞു. 2020 LDF 22 സീറ്റും BJP 21 സീറ്റും UDF 1 സീറ്റുമായി ഒറ്റ സീറ്റിന്റെ പിൻബലത്തിൽ LDF ഭരണം നിലനിർത്തി. ഇത്തവണ കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ പുരസ്കാരങ്ങളുടെ പിൻബലത്തിൽ വികസന തുടർച്ചയ്ക്കും സമാധാനത്തിനുമാണ് LDF വോട്ട് ചോദിച്ചത്. സമഗ്ര വികസന പത്രികയും അവർ പുറത്തിറക്കി. 46 അംഗ നഗരസഭയിൽ 26 മുതൽ 30 സീറ്റുകൾ വരെ നേടുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇത്തവണയും ഭരണത്തിലെത്താൻ സാധിക്കുമെന്നും അവർ കരുതുന്നു. അതേസമയം വികസന മുരടിപ്പ് ആരോപിച്ചും വികസനരേഖ പ്രഖ്യാപിച്ചുമാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തുടർച്ചയായി ഭരിച്ച LDFന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചതായും അത് നേട്ടമുണ്ടാക്കുമെന്നും 46 അംഗ നഗരസഭയിൽ 28 സീറ്റുകൾ നേടുമെന്നുമാണ് BJP നേതാക്കൾ പറയുന്നത്. UDF 5 സീറ്റിൽ കൂടുതൽ പിടിക്കുമെന്നും നില മെച്ചപ്പെടുത്തുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാതെ നഗരം ആര് ഭരിക്കണമെന്ന ആശയും UDFനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷ.